അബ്ദു അക്കരയ്ക്കൊന്ന് ആക്കി തരുമോ? ഇത് കടത്തോണിയൊന്നുമല്ല അന്നെ അക്കരെ ഇക്കരെ കൊണ്ടാക്കാൻ. ഇത് അക്കരയ്ക്കന്നല്ലേ? ഞമ്മളും കൂടെ ഇതുമ്മ കുത്തിരുന്ന മുങ്ങൊന്നുമില്ലല്ലോ. എന്താ മോന്തമ്മിലൊരു കറുപ്പ്? കക്കന്റെ കയ്യിൽ നിന്ന് വലിച്ച കിട്ടിയ? ഓ പിന്നെ ഇനി ഞമ്മടുത്ത് തുള്ളാൻ വന്നാല് കയത്തിന് പിടിച്ച് വല്ല കയത്തിനും താത്തും ഞമ്മള്. മടപ്പുള്ളിലെ ആണുങ്ങളുടെ കൈത്തന്റെ തേക്കുംതടിന്റെ ചേലക്കാന്ന് മറക്കണ്ട. അതൊന്നും കാണണല്ല അന്നെ ഞമ്മളിപ്പൊ മുക്കും. അയ്യോ വേണ്ട അബ്ദു വേണ്ട, വെള്ളം പേടിയാ. പറ ഞമ്മക്കാണ് അന്റെ ഇക്കാക്കാനെ കാട്ടിൽ മൊസറ് ജാസ്തി. ഓ അനക്കന്യ അന്റെ ഇക്കാക്ക കോയി കുഞ്ഞ്, ഞമ്മള് പരുന്ത്. അത് ഞമ്മള് പറയൂല. ഇപ്പൊ കാണിച്ച ഇക്കാക്ക കോയി കുഞ്ഞ്, നിങ്ങള് പരുന്ത്. ആ അന്റെ ഇക്കാക്ക ഞമ്മടെ മുമ്പിൽ വെറും പുയു 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 അല്ല. ഇപ്പൊ മുക്കന്നെ ശരി, ഇക്കാക്ക പുയു. ഈ ദുന്യാവിലെ പെരുത്ത് മുന്തിയ മനുഷ്യൻ അബ്ദുൽ ഖാദർ. ഓ അനക്ക് അന്റെ ഇക്കാക്കാനെ കാട്ടിലും ഇഷ്ടം ഈ അബ്ദുനെ. ശരി. ഞമ്മള് പറഞ്ഞ മുയ്യും നുണയാ. എന്റെ ഇക്കാക്കാനേക്ക് അബ്ദുനെക്കാട്ടിലും ഇഷ്ടാണ് ഇഷ്ടാണ്. അന്ന ഞമ്മക്ക് ഇനിയും കിട്ടും തോണിയില്. അല്ല ഇതാരാ അബ്ദു? ഈ അജ്ജന് പോയിന്ന് വിചാരിച്ച നമ്മള്. അല്ല ഈ പയ്യൊക്കെ മറന്നോ മോനെ? ഇല്ലമ്മ, മലയിലെ കൂപ്പ് തുടങ്ങിയിരിക്കണ്. ഇനി മഴക്കാലം എത്തണം വരെ തിരക്ക് പിടിച്ച പണിയാ. അപ്പൊ ഞമ്മള് ഉമ്മറിന്റെ കച്ചവടം നല്ലോണം പൊരിക്കുന്നുണ്ടില്ലേ അബ്ദു? ഉണ്ടമ്മ, മില്ലിന്റെ കടവും ബാധ്യതയൊക്കെ കഴിച്ചില്ലാവെന്നാ പറയണ. പിന്നെ എന്തല്ലാ അഭിപ്രായ? സുബൈദാത്താനെ കാണാൻ വന്ന ഓള യാത്രാലിന്റെ പറമ്പിൽ ആട്ടിന് ഇല പൊട്ടിക്കാൻ പോയിക്ക. ഈ കുത്തിരിക്ക്. ആ നമ്മള് മലയിൽ തിരപ്പം കൊണ്ടുവരാൻ പോവാ. 3-4 ദിവസം കഴിഞ്ഞാ വരൂ. ഉമ്മാക്ക് മലഞ്ചരക്ക് വല്ലതും വേണോ ഉമ്മ? ഇത്തിരി ചെറുതേനെ കിട്ടിയാ കൊണ്ടുവരി. ആ അനക്ക് പൈത്ത വാങ്ങാൻ വലിയ ഇഷ്ടല്ലേ? വരുമ്പഴപ്പൊന്ന് കുഞ്ഞലിപ്പി കൊണ്ടുവന്നാ കടിച്ചാ നല്ല തേൻ പോലെ ഉണ്ടാവും. ആമിന ഉണ്ടാവുമ്മ. ഓളോട് ചോദിച്ചാ എടുത്തു തരും. ചെല്ലി ചോയ്ക്ക്. ഇതിങ്ങനെ ഇവിടെ അന്നെ പുറത്ത് കാണാൻ പറ്റൂലല്ലോ. കണ്ടാ തന്നെ കാലിൽ മുള്ളൂത്തിയ ഒരു ഓട്ടല്ലേ. ഇക്കൊക്കെ പറഞ്ഞു നമ്മള് പറഞ്ഞിട്ടില്ലേ? ഈ എന്റെ രക്കാക്കെ. അതുകൊണ്ടാ രാസാത്തിന്റെ മൊഞ്ച് കാണാൻ നമ്മൾ ഓടി വന്നേ. വേഗം ഈ ഒരു മുത്തം തന്നെ. പിന്നെ മുത്തേ എന്ത്? ഉമ്മാന്റെ അടുത്തുനിന്ന് ഞമ്മള് സമ്മതം വാങ്ങിക്കണ്. ഒലക്ക എന്ത്? അന്നെ കല്ല് ഇഷ്ടാവും ഉമ്മാക്ക് ഞമ്മളെ. നമ്മളെ ഇഷ്ടാന്ന് ഉമ്മക്കറിയാം. അമിനന്റെ അടുത്തുനിന്ന് നമ്മളൊരു മുത്തം വാങ്ങിക്കോട്ടെ ഉമ്മാന്ന് ചോദിച്ചപ്പോ നീ ധൈര്യമായിട്ട് വാങ്ങിച്ചോ അബ്ദു എന്ന് പറഞ്ഞു ഉമ്മ. നിങ്ങള് ബെറുക്കനെ പറയോ? വെറുക്കനൊന്നുമല്ല. എന്തേ? ഈ ആമിനെ ചോദിച്ചിട്ട് തരണില്ല. ആമിന ഞമ്മളാ അവനോട് പറഞ്ഞേ കൊടുത്താളാ. നിങ്ങളിതെങ്ങനെ പറ്റിച്ച്? ഒരു കുടം തേന മലയെന്ന് കൊടുന്ന് കൊടുക്കാന്ന് പറഞ്ഞ് വെറുക്കൻ ഇതാരെങ്കിലും തരാൻ പറയും. വേണ്ടോ അബ്ദു? എന്താണ്ടാ ആമിനതാ ഒന്നേ തന്നുള്ളൂ. ആമിന ഇജ്ജ് ഒന്നും കൂടി കൊടുത്തേക്ക്. ഇല്ല മതി, ഒന്ന് തരാനോ ഉമ്മ പറഞ്ഞു. നമ്മളൊരു 5-6 കൂടെ വാങ്ങിക്കോട്ടെ. ഓനെ പെരുത്ത് ഇഷ്ടായിട്ടല്ലേ എത്ര വേണേ കൊടുത്തേക്ക്. ഇനി ഈ കൊസറ കൊള്ളി പറയണ്ട. കള്ള പറങ്ങി ഒരേ കരുവ് നിറാമ്പറപ്പ് കാണിക്കണോടാ. കൊന്നുകളെ തന്നെ എന്താണ് ഇവിടെ? പെൺകുട്ടികളുടെ ഉമ്മാണ് ബാഗുണ്ട് പറഞ്ഞാ പോരാ, അടക്കി വളർത്തണം. ഇല്ലെങ്കിൽ ഇമാതിരി പേച്ചോളായി പോകും. നിങ്ങൾ എന്തിനാണ് പോത്ത് ചീറണം? അത് ചീറണത് കാണാൻ പാടില്ലാത്ത കണ്ടി നമ്മള് തൊടണ്ടോളെ. ഈയോന്റെ കുടിയിലുള്ളൊരു മേലാലി പൊരേന്റെ പത്ത് കാല് കുത്തിയാല് ബേട്ടി തുണ്ടവാക്കും. ഇറങ്ങി കൊടുത്ത് ആ കള്ള പന്നിനെ നമ്മള് വെടിവെച്ച് കൊല്ലും. എവിടെ അവൻ? പിടിച്ചിട്ട് പരിയിലടാ അവനെ. ജീവനോടെ വേണമെന്നില്ല, വെട്ടി കൊന്നിട്ട് കൊണ്ടുവന്നാലും മതി. എന്താണ് എല്ലാരും പാടെ കൊടുങ്കാറ്റ് മാറി വരുന്നത്? അബ്ദു എവിടാ? പോകുമ്പോഴില്ല. എന്തേ? എവിടെ പോയി? മലയ്ക്ക് തിരപ്പം കൊണ്ടുവരാൻ പോയിരിക്കുകയാണ്. കൊടുക്കണ കയ്യിന് കുത്തണ പാമ്പാണോ? നിങ്ങൾ കാര്യം പറയും. പുറത്ത് പറയാൻ കൊള്ളൂല ഓൻ ചെയ്തത്. വടപ്പള്ളിയിലെ പെണ്ണിനെ ഓൻ കയറി പിടിച്ച് ഈ ദുനിയാവിലൊരു പെണ്ണിന്റെ ബേത്തിന് ഓൻ തൊടൂല. ആ കൈ നമ്മൾ വെട്ടിയെടുക്കും. നിങ്ങൾ വരി, കാട്ടുകയറി തട. നമുക്ക് കേട്ടിയാലും അറത്തി നമ്മൾ കാട്ടുകളയോനെ. ഒന്നും വേണ്ട മാമ, ഓളന്റെ പെങ്ങളാ. ഓളെ കയറി പിടിച്ചോനെ വെറുക്കാൻ വിടൂല. നമുക്കറിയാം എന്താക്കണമെന്ന്. നിങ്ങൾ നോക്കിയോളി.
അബ്ദു ഓ ചിലപ്പോ മില്ലിലേക്ക് കൊണ്ടുപോണ്ട, ഇവിടെ അടുപ്പിച്ചോ. എന്തേ? മാഞ്ഞാണം പറയാണ്ട് പറയണേക്ക്. അന്നോട് ഇത്തിരി വർത്താനം പറയാണ്ട്. എന്തേ? ഇജ്ജ് വേഗം ഈ നാട്ടിൽ നിന്ന് പൊക്കോളി. ബാപ്പ എളാപ്പാരും ഒക്കെ കൊലവിളി വിളിച്ചോണ്ട് അന്നെ തെരഞ്ഞ് നടക്കുക. കൊല്ലട്ടെ, നമ്മള് പോവില്ല. ഇജ്ജ് എന്റെ ഉശിരി കാട്ടണ നേരമല്ല ഇത്. പണ്ട് പുന്നാരം പോയിൽ അടിയഴിക്കപ്പെട്ട് ഒഴിപ്പോയ ഞമ്മളെ പൊക്കിയെടുത്തോനെ അയ്യ്. കഴിഞ്ഞ തുലാവെള്ളത്തില് ഞമ്മൾ അച്ഛനാക്കിയ മരം അന്റെ തടി പണയം വെച്ച് ഈ മലയെന്ന് കൊണ്ടുവന്ന്. ഇജ്ജ് അത് ചെയ്തില്ലായിരുന്നെങ്കിൽ നമ്മുടെ കച്ചവടം തുളഞ്ഞനെ. അവിടൊക്കെ എന്റെ ഉസിരും മനസ്സും ഒക്കെ നമ്മൾ കണ്ടിരിക്കണ്. ഒക്കെങ്കില് ആ ഉസിര് ഇപ്പൊ കാട്ടിയാല് ഇവിടെ കുറെ ശവങ്ങൾ വീയുന്നല്ലാണ്ട് ആർക്കും ഒരു ഗുണം ഉണ്ടാകാൻ പോണില്ല. പറയണത് തിരിയുണ്ട് അനക്ക്. ഉസിരല്ല ബുദ്ധിയാ വേണ്ടത്. അനക്കറിയില്ലേ അബ്ദു, ആന വരണ്ടിട്ട് വന്നാലും ഞമ്മള് കുലുങ്ങൂല. ഒക്കെങ്കില് ആമിനാന്റെ കണ്ണെന്ന് കലങ്ങിയാല് ഞമ്മക്ക് സഹിക്കൂല. അതുകൊണ്ട് പറയാ, എവിടക്കെങ്കിലും പോയി ഒരു പെണ്ണിനെ പോറ്റാനുള്ള ഉണ്ടാക്കിയിട്ട് വാ. അത് വരയ്ക്കും ഓളെ ആരും കൊണ്ടുപോകില്ല. ഞമ്മക്ക് ഉയരുള്ളിടത്തോളം നമ്മൾ സമ്മതിക്കൂല. നമ്മളെ ബാക്കിൽ വിശ്വാസം ഉണ്ടാ എനക്ക്. എവിടൊക്കെ പോവാ അറിയില്ല താത്ത, അക്കരെ കടന്നിട്ട് അപ്പൊ തോന്നുന്ന പോലെ എവിടൊക്കെ പോയാലും പത്തിടാൻ മറക്കണ്ട. അന്റെ അൻസത്തേക്കും ഇത്താത്തക്കും വേറെ ആരുമില്ല മോനെ. എന്തിനാ ഇതൊക്കെ കഴിച്ചെടുക്കണേ? വേണം, ഇതേ ഉള്ളു എനക്ക് തരാനൊക്കുണ്ട്. ഇജ്ജ് ബല്ലടത്തും കിടന്ന് കഷ്ടപ്പെടുമ്പോ ഇതെല്ലാം ഇട്ട് ഉടുത്തൊരുങ്ങിട്ട് നമ്മളെ ഈ കുട്ടികളെ എന്താക്കാനാ? ഇജ്ജ് ഇങ്ങനെയൊന്നും നേരം കളയണ്ട, വേഗം ഇറങ്ങിക്കോ. ഇക്കൊക്കെ പോയിട്ട് വരാം മക്കളെ. വെള്ളം. അർച്ചനെ, മോനെ ഉമ്മറെ, ബദരികളെ ആരാ ചതി ചെയ്തത്?